വേറൊന്നുമല്ല, നമുക്കൊക്കെ ഇഷ്ടമുള്ള, നമ്മെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു വൈദികനുണ്ടാകും. ആ വൈദികനെ പെട്ടെന്ന് ഓർക്കാം. അതോടൊപ്പം തന്നെ പറയാൻ പാടില്ല, എന്നാലും ചില സത്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. നമുക്കൊട്ടും ഇഷ്ടമല്ലാത്ത, അത് അച്ഛൻ്റെ കുഴപ്പം കൊണ്ടോ നമ്മളുടെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില നല്ല ധാരണകൾ കൊണ്ടോ ചില വൈദികരെ, ചില സമർപ്പിതരെ നമുക്ക് ഒട്ടും ഇഷ്ടമല്ല. അവരിങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മളുടെ സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടാകും. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു സമർപ്പിതനും അല്ലെങ്കിൽ ഒരു പുരോഹിതനും എനിക്കൊട്ടും ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ഒരു വൈദികൻ, അവർ രണ്ടുപേരെയും ഓർക്കുക. ബാക്കി എല്ലാവരും ഇതിനിടയിൽ വരുന്നവരാണ്. അപ്പം ഈ രണ്ടുപേരെയും ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആ വ്യക്തികളോടുള്ള സ്നേഹമാണെങ്കിൽ അത് വർദ്ധിക്കും, സ്നേഹക്കുറവാണെങ്കിൽ അത് സ്നേഹമായിട്ട് മാറും. അങ്ങനെ പുരോഹിതരെയും സമർപ്പിതരെയും പരിശുദ്ധ ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിളിച്ചവനോടുള്ള വിശ്വസ്തത കളയാതെ എന്നും വിശുദ്ധിയിൽ ജീവിക്കാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന നമുക്ക് അവർക്ക് വേണ്ടി സമർപ്പിക്കാം. കരങ്ങൾ കൂപ്പാം, കണ്ണുകളടക്കാം. കാരുണ്യവാനായ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ ഒരുപാട് വൈദികർ നേരിട്ടുമല്ലാതെയും ആശ്വാസവും സമാധാനവും അനുഗ്രഹവുമായിട്ടൊക്കെ കടന്നു വന്നിട്ടുണ്ട്, ഇനിയും കടന്നു വരാനുണ്ട്. സമർപ്പിതർ അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ഓരോ കത്തോലിക്ക വ്യക്തികളുടെ ജീവിതത്തിലും എന്നത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. കാരുണ്യവാനായ കർത്താവേ, ഞാനിതാ സമർപ്പിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ വലുതായും ചെറുതായും ഒക്കെ സ്വാധീനിച്ചിട്ടുള്ള എല്ലാ വൈദികരെയും, എല്ലാ സമർപ്പിതരെയും. കാരുണ്യവാനായ കർത്താവേ, ഞാൻ എൻ്റെ ജനനം മുതൽ ഇന്ന് ഈ നിമിഷം വരെ കണ്ടുമുട്ടിയിട്ടുള്ള എല്ലാ വൈദികരെയും അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്തിൻ്റെ വിശുദ്ധിയാൽ അവർ എന്നും വിശുദ്ധരായി ജീവിക്കാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതി.